എന്റെ ബ്രാൻഡിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് കാരണം അതൊരു ഡെഡ് ആൻഡ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഇനി എനിക്ക് അതൊന്ന് ആക്റ്റീവ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. നല്ലോണം കൺസിസ്റ്റന്റ് ആയിട്ട് സ്കെയിൽ അപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഞാൻ ആ പഴയ അക്കൗണ്ട് കീപ്പ് ചെയ്യണോ പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ഏതാണ് ഇതിൽ ബെറ്റർ? ഇങ്ങനെയുള്ള കൺസേൺസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ക്ലയൻസ് വരാറുണ്ട്. ഇനി നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. അതിലൊന്ന് ആ പഴയ പേജ് കീപ്പ് ചെയ്തിട്ട് നല്ലൊരു കണ്ടന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ റിവൈവ് ചെയ്തെടുക്കാം. രണ്ടാമത്തത് അതിനെ അതുപോലെ കീപ്പ് ചെയ്യാം, രണ്ടാമത് പുതിയൊരു അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് രണ്ടിലും ഒരുപോലെ ആക്റ്റീവ് ആവാം. ആക്റ്റീവായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 months അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ വെക്കുക, ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഏതാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പേജ് അത്യാവശ്യം കമ്മ്യൂണിറ്റി ബേസ് ഒക്കെ ഉള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു.